അപ്പൊ നെക്സ്റ്റ് ടോപ്പിക് എന്ന് പറയുന്നത് ഡിക്ഷണറി ആണ്. അപ്പൊ നമ്മൾ ഏതൊക്കെ കളക്ഷൻ ആയിട്ടാ ഇപ്പൊ നോക്കിയത്? ലിസ്റ്റ് നോക്കി, ടപ്പിള് നോക്കി അല്ലെ, റേഞ്ച് നോക്കി. ഇനി അടുത്ത് നമുക്ക് വരുന്നത് ഡിക്ഷണറി ആണ്. ഇവിടെ നോക്കാം. ഞാൻ ഇവിടെ രണ്ട് ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്യുന്നു. ഫസ്റ്റ് വൺ നെയിം എന്ന് പറയുന്ന ഒരു ലിസ്റ്റ് ആണ്. ഇതിനകത്ത് 2-3 നെയിമും കൊടുക്കുന്നുണ്ട്. ഓക്കെ, അപ്പൊ നെയിം എന്ന് വെച്ചൊരു ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്തു. അതേപോലെ തന്നെ ഏജ് എന്ന് പറഞ്ഞ് വേറെ രണ്ടാമതൊരു ലിസ്റ്റ് കൂടി ക്രിയേറ്റ് ചെയ്തു. എനിക്ക് ഈ അനുവിന്റെ ഏജ് ആണ് 2, അതുപോലെ തന്നെ അജുവിന്റെ ഏജ് ആണ് 4, മീനുവിന്റെ ഏജ് ആണ് 7. അപ്പൊ എനിക്ക് ആ രീതിയിൽ പ്രിന്റ് ചെയ്ത് വരണം. ഓക്കെ, അനുവിന്റെ ഏജ് അനു പ്രിന്റ് ചെയ്യണം, അനുവിന്റെ ഏജ് പ്രിന്റ് ചെയ്യണം. താഴെ അജു പ്രിന്റ് ചെയ്യണം, അജുവിന്റെ ഏജ് പ്രിന്റ് ചെയ്യണം. ഓക്കെ, അപ്പൊ ഇത് നമ്മൾ എങ്ങനെയാ പ്രിന്റ് ചെയ്യിക്കുക? ഞാനിപ്പോ പറയണം, എനിക്ക് മീനുവിന്റെ ഏജ് കണ്ടുപിടിക്കണം. മീനുവിന്റെ ഏജ് ശരിക്കും എന്താ? ഈ ഏജ് എന്ന് പറയുന്ന ലിസ്റ്റിലെ 3-മത്തെ ആളാണ് അല്ലെ, 7 ആണ് മീനുവിന്റെ ഏജ് എന്ന് പറയുന്നത്. അപ്പൊ എനിക്ക് മീനുവിന്റെ ഏജ് പ്രിന്റ് ചെയ്യിക്കണമെങ്കിൽ എങ്ങനെയാ പ്രിന്റ് ചെയ്യിക്കാൻ വേണ്ടി പറ്റൂ? ആദ്യം എന്ത് ചെയ്യണം? ഇതിനകത്ത് ഇപ്പൊ ആദ്യം നമുക്ക് മീനുവിന്റെ ഇൻഡെക്സ് നമ്പർ കണ്ടുപിടിക്കണം അല്ലെ. ഇതിലിപ്പോ മീനുവിന്റെ ഇൻഡെക്സ് നമ്പർ എന്താണോ അതേ ഇൻഡെക്സ് നമ്പറിൽ ഏജ് എന്ന് പറയുന്ന ലിസ്റ്റിലെ വാല്യൂ എന്താണോ അതായിരിക്കും മീനുവിന്റെ ഏജ് വരുന്നത്. ആണല്ലോ. അപ്പൊ നമ്മൾ ആദ്യം എന്ത് ചെയ്യേണ്ടി വരും? ഈ നെയിം എന്ന് പറയുന്ന ലിസ്റ്റ് ട്രാവേഴ്സ് ചെയ്തതിന് ശേഷം മീനുവിന്റെ ഇൻഡെക്സ് നമ്പർ കണ്ടുപിടിക്കണം. ഇൻഡെക്സ് നമ്പർ കണ്ടുപിടിക്കാനുള്ള ഫംഗ്ഷൻ അറിയാലോ, ഇൻഡെക്സ് ഫംഗ്ഷൻ യൂസ് ചെയ്തിട്ട് അല്ലെ. അപ്പൊ മീനുവിന്റെ ഇൻഡെക്സ് നമ്പർ കിട്ടും. ഇനി ആ ഇൻഡെക്സ് നമ്പർ വെച്ച് നമുക്ക് ഏതിലത്തെ എലമെന്റ് ആക്സസ് ചെയ്യണം? ഏജ് എന്ന് പറയുന്ന ലിസ്റ്റത്തെ എലമെന്റ് ആക്സസ് ചെയ്യണം അല്ലെ. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? മീനുവിന്റെ ഏജ് കിട്ടും. ആണല്ലോ. അപ്പൊ നമുക്ക് ഈ രീതിയിൽ, അത് രണ്ട് ലിസ്റ്റിനെയും ട്രാവേഴ്സ് ചെയ്തിട്ട് നമുക്ക് വാല്യൂസ് കണ്ടുപിടിക്കുക എന്ന് പറയുന്നത് കുറച്ച് ഡിഫിക്കൽട്ട് ആണ് അല്ലെ. അപ്പൊ നമ്മൾ ഇതിന് പകരം നമ്മൾ അടുത്തൊരു കളക്ഷൻ ആയിട്ട് യൂസ് ചെയ്യാൻ വേണ്ടി പോവാണെന്ത്? ഡിക്ഷണറി. അതായത് നോക്കാം, ഇനി ഞാൻ പറയാൻ പോകുന്ന മൊത്തം ഡിക്ഷണറിയിൽ വരുന്ന പോയിന്റ്സ് ആണ്. ഡിക്ഷണറി എന്ന് പറയുന്നത് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നത് കേളി ബ്രാക്കറ്റിനകത്തായിരിക്കും. ഓക്കെ, ലിസ്റ്റ് എങ്ങനെയായിരുന്നു? ടപ്പിള്, ഡിക്ഷണറി, കേളി ബ്രാക്കറ്റ്. അപ്പൊ ഒരു എം ടി ഡിക്ഷണറി ആണെങ്കിലോ ജസ്റ്റ് ഓപ്പൺ ചെയ്ത് ക്ലോസ് ചെയ്താൽ മതി അല്ലെ. ഇതിന്റെ ഇപ്പൊ ഡാറ്റ ടൈപ്പ് ചെക്ക് ചെയ്യുകയാണെങ്കിൽ പ്രിന്റ് കണ്ടെന്ത് കിട്ടി? ക്ലാസ് ഡിക്റ്റ്. ഇത് ഏത് ഡാറ്റ ടൈപ്പാ? ഡിക്ഷണറി ആണ്. ക്ലിയർ ആണോ? ഇനി ഞാൻ ഇതിനകത്ത് നേരത്തെ പറഞ്ഞ ക്വസ്റ്റ്യൻ, എനിക്ക് എന്ത് കിട്ടണം? ഓരോ എലമെന്റിന്റെ ഏജ് ഞാൻ അതിന്റെ തന്നെ, അതിന്റെ കറസ്പോണ്ടിങ് വാല്യൂ അതിന്റെ കൂടെ തന്നെ കൊടുക്കുന്നു. നോക്കാം, ഫസ്റ്റ് എന്താ കൊടുക്കുന്നത്? അനു. ഇനി അനുവിന്റെ ഏജ് ഞാൻ കോമ ഇട്ടൊന്നല്ല കൊടുക്കുന്നത്. എന്ത് ചെയ്യാൻ പറ്റും? ഇതിന്റെ കൂടെ തന്നെ കൊടുക്കാൻ വേണ്ടി പറ്റും. അതായത് ഡിക്ഷണറിന്ന് സമയത്ത് ഡിക്ഷണറി ഒരു കീ വാല്യൂ ആയിരിക്കും എലമെന്റ് ഉണ്ടാവുക. ഓക്കെ, ഒരു എലമെന്റിൽ എങ്ങനെയാ ഉണ്ടാവുക? കീ അതിന്റെ വാല്യൂ ഉണ്ടാവും. വാല്യൂ പെയർ ആയിട്ടായിരിക്കും ഡിക്ഷണറിയിലത്തെ എലമെന്റ്സ് ഉണ്ടാവുക. ഓക്കെ, ഇപ്പൊ അനു എന്ന് പറയുന്നത് ഇതിലത്തെ കീയും 4. കേൾക്കുന്നില്ല? അനു ടൈപ്പ് ചെയ്തു.
കേൾക്കുന്നുണ്ടോ? ആ അനു ടൈപ്പ് ചെയ്ത് മുതൽ ഒന്നും ക്ലിയർ ആയിട്ട് കേട്ടില്ല. ഓക്കെ, ആദ്യം എന്ത് ക്രിയേറ്റ് ചെയ്യുന്നു? ഡിക്ഷണറി എങ്ങനെ ക്രിയേറ്റ് ചെയ്യുന്ന നോക്കുന്നത്. എങ്ങനെ ക്രിയേറ്റ് ചെയ്യുക? കേളി ബ്രാക്കറ്റിനകത്താണ് ചെയ്യുക. ഇത് എന്ന് പറയുന്ന ഒരു empty ഡിക്ഷണറിയാണ്. ഇത്രയും കേട്ടായിരുന്നോ? ആ ഓക്കെ, ഇനി ഞാൻ ഡിക്ഷണറിയിൽ നെക്സ്റ്റ് പോയിന്റ് എന്ന് പറയുന്ന ഡിക്ഷണറിയിൽ നമ്മൾ വാല്യൂസ് കൊടുക്കുന്നത് കീ വാല്യൂ പെയർ ആയിട്ടിരിക്കും. അതായത് നോക്കാം, ഒരു കീയും ഉണ്ടാവും, അതിന് കറസ്പോണ്ടിങ് ആയ വാല്യൂ ഉണ്ടാവും. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇപ്പൊ ഞാൻ നെയിമും ഏജും ആണ് കൊടുക്കുന്നതെങ്കിൽ എന്ത് ചെയ്ത് നോക്കുക, ആദ്യം അനുന്നില്ല നെയിം കൊടുത്തു, അതിനുശേഷം കോളൻ ഇട്ടിട്ട് എന്ത് കൊടുക്കുന്നു, അതിന്റെ വാല്യൂ കൊടുക്കുന്നു. ഓക്കെ, അപ്പൊ അനു എന്ന് പറയുന്നത് കീയും ഫാദർ എന്ന് പറയുന്നത് വാല്യൂ ആണ്. അപ്പൊ ഡിക്ഷണറിത്തെ എല്ലാവരും എങ്ങനെയാ ഉണ്ടാവുക? കീ വാല്യൂ പെയർ ആയിട്ടായിരിക്കും ഉണ്ടാവുക. കീയും വാല്യൂം എങ്ങനെയാ സെപ്പറേറ്റ് ചെയ്യുക? കോളം ഇട്ടായിരിക്കും സെപ്പറേറ്റ് ചെയ്യുക. മനസ്സിലായോ? ഓക്കെ, അപ്പൊ ഒന്നാമത്തെ എലമെന്റ് ആയി. ഇനി അടുത്ത എലമെന്റ് നമ്മൾ എങ്ങനെ കൊടുക്കണം? കോമ വെച്ച് കൊടുക്കണം അല്ലെ? കോമ കൊടുത്തു. ഇനി രണ്ടാമത്തെ എലമെന്റ് കീ എന്ന് പറയുന്നത് ഞാൻ അജു, അടുത്ത ആളെ നെയിം കൊടുത്തു, അതിന്റെ വാല്യൂ എന്ന് പറയുന്നത് എങ്ങനെ കൊടുക്കണം? കോളം കൊടുത്തു. ഏജ് ഞാനിപ്പം 6 എന്ന് കൊടുത്തു. അപ്പൊ എന്തായി? രണ്ടാമത്തെ എലമെന്റും ആയി. ക്ലിയർ ആണോ? അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ ഒരു ഡിക്ഷണറി ക്രിയേറ്റ് ചെയ്യുന്നത്. ഡിക്ഷണറിത്തെ വാല്യൂസ് എങ്ങനെയാ ഉണ്ടാവുക? കീ വാല്യൂ പെയർ ആയിട്ടാണ് ഉണ്ടാവുക. ഓക്കെ, ഇനി നെക്സ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് ഡിക്ഷണറി ഒരു കീ ബേസ്ഡ് കളക്ഷൻ ആയിട്ടാണ്. ലിസ്റ്റ് എങ്ങനെയായിരുന്നു? ലിസ്റ്റ് എങ്ങനെയായിരുന്നു? ഇൻഡെക്സ് ബേസ്ഡ്. ലിസ്റ്റ് ഒരു ഇൻഡെക്സ് ബേസ്ഡ് കളക്ഷൻ ആയിട്ടായിരുന്നു അല്ലെ? ടപ്പിളോ? ഇൻഡെക്സ് ഇൻഡെക്സ് കളക്ഷൻ ആയിട്ട് തന്നെയാണ്, പക്ഷെ ഇൻഡെക്സ് ബേസ്ഡ് കളക്ഷൻ ആയിട്ടില്ല. എന്താ, ഒരു കീ ബേസ്ഡ് കളക്ഷൻ ആണ്. അതായത് നമ്മൾ കീ വാല്യൂസിനെ ആക്സസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അതേപോലെ നമുക്ക് കീ ചെയ്യാനും പറ്റും. അത് പറയുന്നത് ഒരു കീ കളക്ഷൻ ആണ്. കീ വെച്ചിട്ട് എങ്ങനെ എലമെന്റ് ആക്സസ് ചെയ്യാൻ നോക്കാം. നമ്മൾ ഇൻഡെക്സ് നമ്പർ വെച്ചിട്ട് എങ്ങനെയായിരുന്നു ആക്സസ് ചെയ്തത്? അത് ലിസ്റ്റിന്റെ പേര് കൊടുക്കും, സ്ക്വയർ ബ്രാക്കറ്റിനകത്ത് ഇൻഡെക്സ് നമ്പർ കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ ഇൻഡെക്സ് പൊസിഷനിലുള്ള വാല്യൂ നമുക്ക് ഔട്ട്പുട്ടായി കിട്ടും. അതേപോലെ തന്നെ നമുക്ക് ഇവിടെ എന്ത് ചെയ്യണം? ഡിക്ഷണറിയുടെ പേര് സ്ക്വയർ ബ്രാക്കറ്റിനകത്ത് ഇൻഡെക്സ് നമ്പർ അല്ല, പകരം നമുക്ക് ഏതിന്റെ വാല്യൂ ആണോ കിട്ടേണ്ടത് ആ ഒരു ഒന്നും കേട്ടില്ലല്ലോ. ഈ വാല്യൂ വെച്ച് ആക്സസ് ചെയ്യണം. ലിസ്റ്റിൽ നമ്മൾ ഇൻഡെക്സ് ബേസ് വെച്ചിട്ട് ഇൻഡെക്സ് നമ്പർ വെച്ചിട്ട് ആക്സസ് ചെയ്യുന്ന പോലെ തന്നെയാണ് എന്ത് ചെയ്യേണ്ടത്? നമുക്ക് ഇൻഡെക്സ് നമ്പർ വെച്ചിട്ട് സ്ക്വയർ ബ്രാക്കറ്റിനകത്ത് ഇൻഡെക്സ് നമ്പർ കൊടുക്കുമ്പോൾ ആ ഇൻഡെക്സ് പൊസിഷനിലത്തെ വാല്യൂ ഔട്ട്പുട്ട് കിട്ടും അല്ലെ? അതേപോലെ നമ്മൾ ഇവിടെ എന്താ കൊടുക്കേണ്ടത്? ഇൻഡെക്സ് നമ്പറിന് പകരം നമ്മൾ കീ ആണ് പറഞ്ഞു കൊടുക്കേണ്ടത്. കീ ഞാനിപ്പോ ഇവിടെ അനു എന്ന് കൊടുത്തു. അപ്പൊ ഇത് പ്രിന്റ് ചെയ്യിക്കുമ്പോൾ എനിക്ക് എന്ത് കിട്ടും? ഈ അനു എന്ന് പറയുന്ന കീക്ക് കറസ്പോണ്ടിങ് ഏതാണോ വാല്യൂ വരുന്നത് ആ വാല്യൂ ആയിരിക്കും ഔട്ട്പുട്ടായി കിട്ടുക. അപ്പൊ ഇത് റൺ ചെയ്യുമ്പോൾ എനിക്ക് ഔട്ട്പുട്ട് എന്തായിരിക്കും? 5 ആയിരിക്കും വരുന്നത്. ക്ലിയർ ആണോ? ഇങ്ങനെ നമുക്ക് എന്താ അനു 5 എന്നല്ല, ആ കീക്ക് ഏതാണോ വാല്യൂ അതാണ് ഔട്ട്പുട്ട് കിട്ടുക. മനസ്സിലായോ? ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? കീ വെച്ച് പുതിയ വാല്യൂസ് ഇൻസേർട്ട് ചെയ്യാനും പറ്റും. ഇപ്പൊ നോക്കാം, ഞാൻ പറയാണ് എനിക്ക് പുതിയൊരു വാല്യൂ ഇന്നത്തോട്ട് ഇൻസേർട്ട് ചെയ്യണം. ഞാൻ അമ്മു എന്നൊരു പേര് കൊടുത്തു. അപ്പൊ നോക്ക്, എ ഓഫ് അമ്മു ഈക്വൽ ടു, അതിന്റെ വാല്യൂ എന്താണോ അതാണ് നമ്മൾ ഈക്വൽ ടു എന്നുള്ള ഓപ്പറേറ്റർ കഴിഞ്ഞ് കൊടുക്കേണ്ടത്. ഞാനിപ്പോ ഇവിടെ 8 എന്ന് കൊടുത്തിട്ടുണ്ടെങ്കിൽ അമ്മു എന്ന് പറയുന്ന കീയും അതിന്റെ വാല്യൂ ആയിട്ട് 8 ആയിട്ടുള്ള എലമെന്റ് നമുക്ക് എ എന്ന് പറയുന്ന ഡിക്ഷണറിക്കകത്തോട്ട് ആഡ് ആവും. അത് ആഡ് ആയോ എന്ന് എങ്ങനെ നോക്കുക? വീണ്ടും എന്ത് ചെയ്താൽ മതി? എനെ പ്രിന്റ് ചെയ്യിച്ചാൽ മതി. ഓക്കെ, നോക്ക്, ഇപ്പൊ ഡിക്ഷണറി എന്തായിട്ടുണ്ട്? മൂന്നാമതൊരു എലമെന്റ് കൂടി ആഡ് ആയിട്ടുണ്ട്. അതായത് നമുക്ക് കീ വെച്ചിട്ട് ഏതെങ്കിലും ഒരു വാല്യൂവിനെ ആക്സസ് ചെയ്യാനും പുതിയ വാല്യൂ ഇൻസേർട്ട് ചെയ്യാനും പറ്റും.
ഓക്കെ ആണോ? ആ ഓക്കെ. ഇതേപോലെ അപ്പൊ ഇതുപോലെ ഇതുപോലെ മറ്റേ ലിസ്റ്റിനകത്ത് പറ്റും. ആ പറ്റും. നമ്മൾ ലിസ്റ്റിനകത്ത് കൊടുത്തിട്ടുണ്ടല്ലോ, ഇൻഡെക്സ് നമ്പർ വെച്ചിട്ട് ആഡ് ചെയ്യാൻ. ഇതുപോലെ നമ്മൾ ഇൻഡെക്സ് നമ്പർ വെച്ച് ആഡ് ചെയ്ത് കാണിച്ചിട്ടില്ലേ? ഇല്ലെന്ന് തോന്നുന്നു. നോക്കാം. A = 1 2 3 എന്നുണ്ട്. അപ്പൊ എനിക്ക് ഇതിലെ ലാസ്റ്റ് പൊസിഷൻ, അതായത് 0 1 2 മൂന്നാമത്തെ പൊസിഷനിൽ ആര് വരണം? പുതിയ ഏതെങ്കിലും എലമെന്റ് വേണമെങ്കിൽ എന്ത് ചെയ്താൽ മതി? A(3) = 10 കൊടുത്തു. സീറോ 1 2 പുതിയത് നമുക്ക് ഇതിനെ റീപ്ലേസ് ചെയ്യാൻ പറ്റും കേട്ടോ. ഓക്കെ, അന്നേരം എന്തായിട്ടുണ്ട് നോക്കിയേ, 3 മാറി ഇവിടെ എന്തായിട്ടുണ്ട്? 10 ആയിട്ടുണ്ട്. ഇവിടെ അല്ലാതെ റീപ്ലേസ് കേൾക്കണ ആവുക ചെയ്യും. എന്തോ? റീപ്ലേസ് ആവുക ചെയ്യണം, അല്ലാതെ മറ്റേ ആ. രീതി പറ്റൂല. ഇല്ല, റീപ്ലേസ് ആവുക ചെയ്യുക. ആ ഡിക്ഷണറിക്കകത്തോട്ട് പുതിയ വാല്യൂ ആഡ് ആവും. ഓക്കെ. ഇനി നോക്കാം, ഇപ്പൊ ഓൾറെഡി ഇതിനകത്ത് അജു എന്ന് പറയുന്ന ആളുണ്ട് അല്ലെ? അജു ഉണ്ട്, അജുവിന്റെ ഏജും ഉണ്ട്. ഇനി ഞാൻ പിന്നെയും അജു എന്ന് കൊടുത്താല്, ഇപ്പൊ ഞാൻ അമ്മു = 8 എന്ന് കൊടുത്തിട്ടില്ലേ? അതേപോലെ ഞാൻ പിന്നെ അജു ഇപ്പോൾ ഓൾറെഡി ഇതിനകത്ത് ഉണ്ട്, ഞാൻ പിന്നെയും എന്ത് കൊടുക്കുന്നു? അജു = 10 കൊടുക്കുന്നു. അപ്പൊ എന്തായിരിക്കും സംഭവിക്കുക? 6 മാറി 10 ആവും. എന്താ? 6 മാറിയിട്ട് 10 ആവും. വീണ്ടും ഒരു അജു ഇൻസേർട്ട് ആവൂല, പകരം എന്താ ചെയ്യുക? ഓൾറെഡി ഉള്ള അജു എന്താവും? അതിന്റെ വാല്യൂ ചേഞ്ച് ആവുക ചെയ്യുക. ഇപ്പൊ അജുവിന്റെ ഏജ് എന്താ? 6 ആയിരുന്നു, അത് മാറി എന്താവും? 10 ആവും. അതായത് ഡിക്ഷണറിയിൽ ഒരിക്കലും ഡ്യൂപ്ലിക്കേറ്റ് കീസ് ഉണ്ടാവില്ല. മനസ്സിലായി? അപ്പൊ ഡ്യൂപ്ലിക്കേറ്റ് കീസ് നമ്മൾ കൊടുത്തെങ്കിൽ എന്താ സംഭവിക്കുക? അത് റീപ്ലേസ് അല്ലെങ്കിൽ അപ്ഡേറ്റ് ആവുക ചെയ്യും. മനസ്സിലായോ? ഓക്കെ, അപ്പൊ ഇത്രയൊന്നും ചെയ്ത് നോക്കി. ഒരു ഡിക്ഷണറി ക്രിയേറ്റ് ചെയ്യുക, അതിനകത്തോട്ട് വാല്യൂ കൊടുക്കുക. ഏതെങ്കിലും ഒരു വാല്യൂ നമുക്ക് കീ വെച്ച് ആക്സസ് ചെയ്ത് നോക്കാം. പുതിയ വാല്യൂ ഇൻസേർട്ട് ചെയ്ത് കൊടുക്കാം.
ആ ചെയ്തു. ഡിക്ഷണറി മ്യൂട്ടബിൾ ആണോ ഇമ്മ്യൂട്ടബിൾ ആണോ? മ്യൂട്ടബിളാ. മ്യൂട്ടബിൾ. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്? പുതിയ വാല്യൂസ് ഇൻസേർട്ട് ചെയ്യാൻ വേണ്ടി പറ്റുന്നുണ്ട് അല്ലെ? ഒന്നുകിൽ കീ വെച്ച് ഇൻസേർട്ട് ചെയ്യാം, അല്ലെങ്കിൽ നമുക്കൊരു ഫംഗ്ഷൻ ഉണ്ട് സെറ്റ് ഐറ്റം എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ. ആ ഫംഗ്ഷൻ വെച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഡിക്ഷണറിക്കകത്തോട്ട് പുതിയ വാല്യൂസ് ഇൻസേർട്ട് ചെയ്യാൻ വേണ്ടി പറ്റും. എന്ത് ചെയ്താൽ മതി നോക്കാം. എ ഡോട്ട് സെറ്റ് ഐറ്റം എന്നൊരു ഫംഗ്ഷൻ ഉണ്ട്. ഇതൊരു സ്പെഷ്യൽ ഫംഗ്ഷൻ ആണ്. സ്പെഷ്യൽ ഫംഗ്ഷൻ എന്ന് പറയാൻ കാരണം നമുക്ക് സ്റ്റാർട്ട് ചെയ്യുന്ന നോക്കുക, 2 അണ്ടർസ്കോർ സ്റ്റാർട്ടിങ്ങിലും എൻഡിങ്ങിലും ഉണ്ട് അല്ലെ? അപ്പൊ ഇങ്ങനെയുള്ള ഫംഗ്ഷന് നമ്മൾ എന്താ പറയുക? സ്പെഷ്യൽ ഫംഗ്ഷൻ എന്നാ പറയുക. അപ്പൊ എന്ത് ചെയ്യുക? ഈ സെറ്റ് ഐറ്റം എന്ന് പറയുന്ന സ്പെഷ്യൽ ഫംഗ്ഷൻ യൂസ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഡിക്ഷണറിക്കകത്തോട്ട് കീ വാല്യൂ പെയർ ആയിട്ട് നമുക്ക് ആഡ് ചെയ്യാൻ വേണ്ടി പറ്റും. എന്ത് ചെയ്യുക? കീയും ഇതിനകത്തോട്ട് കൊടുക്കുക, അതുപോലെ തന്നെ വാല്യൂയും കൊടുക്കുക. ഇപ്പൊ ഞാൻ കീ ആയിട്ട് എന്തെങ്കിലും ഒരു പേര്, അരുൺ എന്നുള്ള പേര് കൊടുത്തു. ഇനി കോമ ഇട്ടിട്ട് വേണം നമ്മൾ എന്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്? വാല്യൂ കൊടുക്കുക. ഒരിക്കലും കോളൻ അല്ല കൊടുക്കേണ്ടത്, പകരം എന്താ കൊടുക്കേണ്ടത്? കോമയാണ്. ഞാൻ എന്ത് കൊടുത്തു? വാല്യൂ 9 കൊടുത്തു. അപ്പൊ ഓട്ടോമാറ്റിക്കലി ഇവിടെ വന്നിട്ടുണ്ട്, കണ്ടോ? കീ ആണ് അരുൺ, വാല്യൂ ആണ് 9 എന്ന് വന്നു. ഇനി ഞാനത് പ്രിന്റ് ചെയ്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ ഇപ്പൊ ഞാൻ ആഡ് ചെയ്ത വാല്യൂ കൂടി ഇതിനകത്ത് ഉണ്ടാവും. ഈ എ എന്ന് പറയുന്ന ഡിക്ഷണറിക്കകത്ത് വന്നിട്ടുണ്ടാവും. ഓക്കെ ആണോ? ആ അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുക? പുതിയ വാല്യൂസ് ഡിക്ഷണറിക്ക് അകത്തോട്ട് ആഡ് ചെയ്യുക. ഇനി നമുക്ക് നോക്കാനായിട്ട്, അപ്പം ആഡ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് നെക്സ്റ്റ് ടാസ്ക് എന്തായിരിക്കും? റിമൂവ് ചെയ്യാൻ നോക്കണം അല്ലെ? അപ്പൊ റിമൂവ് ചെയ്യാൻ വേണ്ടി നമുക്ക് 2 ഫംഗ്ഷൻ യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും. പോപ്പും അതുപോലെ തന്നെ പോപ്പ് ഐറ്റം എന്ന് പറയുന്ന ഫംഗ്ഷൻ. നമുക്കിപ്പോ ഡിക്ഷണറിക്കകത്ത് ലാസ്റ്റ് എലമെന്റ് ആണ് ഡിലീറ്റ് ചെയ്യേണ്ടെങ്കിൽ നമുക്ക് എന്ത് യൂസ് ചെയ്യാൻ പറ്റും? പോപ്പ് ഐറ്റം എന്ന് പറയുന്ന ഫംഗ്ഷൻ യൂസ് ചെയ്താൽ മതി. നോക്കാം, എ ഡോട്ട് പോപ്പ് ഐറ്റം. ഞാൻ എ ഡോട്ട് പോപ്പ് ഐറ്റം എന്നുള്ള ഫംഗ്ഷൻ റൺ ചെയ്തതിന് ശേഷം ഞാൻ ഡിക്ഷണറിനെ ഒന്നുകൂടി പ്രിന്റ് ചെയ്യിക്കാൻ നോക്കിയിട്ടുണ്ടെങ്കിൽ അതിനകത്ത് ലാസ്റ്റ് എലമെന്റ് ആയിരിക്കും എന്തുണ്ടാവുക? ഡിലീറ്റ് ആയി പോയിട്ടുണ്ടാവുക. കണ്ടോ? അരുണായിരുന്നു ലാസ്റ്റ് എലമെന്റ് ഉണ്ടായത്, അത് എന്തായിട്ടുണ്ട്? ഡിലീറ്റ് ആയി പോയിട്ടുണ്ട്. ഇനി ഞാൻ പറയുന്നത്, എനിക്ക് ഇതിനകത്ത് ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ എലമെന്റ് ഡിലീറ്റ് ചെയ്യണം. അതായത് അനു എന്ന് പറയുന്ന ആ ഒരു എലമെന്റ്, അനുവും അനുവിന്റെ ഏജും ആണ് ഡിലീറ്റ് ചെയ്യേണ്ടെങ്കിൽ നമ്മൾ യൂസ് ചെയ്യേണ്ട ഫംഗ്ഷൻ ആണ് പോപ്പ് എന്ന് പറയുന്ന ഫംഗ്ഷൻ. എന്ത് ചെയ്താൽ മതി നോക്കുക, എ ഡോട്ട് പോപ്പ്. ഈ പോപ്പിനകത്ത് എന്ത് ചെയ്യാൻ പറ്റും? ഏത് കീ ആണോ ഡിലീറ്റ് ചെയ്യേണ്ടത് ആ ഒരു കീ പാസ് ചെയ്ത് കൊടുത്താൽ മതി. ഞാനിപ്പോ ഇവിടെ പോപ്പ് ഓഫ് അനു എന്ന് കൊടുത്തിട്ടുണ്ടെങ്കിൽ എന്താവും? ഈ അനു എന്ന് പറയുന്ന കീയും അതിന് കറസ്പോണ്ടിങ് ആയിട്ട് എന്താണോ വാല്യൂ ഉള്ളത് അതുകൂടി എന്തായിട്ടുണ്ടാവും? ഡിലീറ്റ് ആയി പോകും. ഓക്കെ ആണോ? ആ ഓക്കെ. ഇനി നമുക്ക് നോക്കേണ്ടത് ഒരു ഡിക്ഷണറിന്റെ കോപ്പി എങ്ങനെ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഇപ്പൊ എന്റെ ഡിക്ഷണറിന്റെ പേരെന്താ? എ ആണ് അല്ലെ? എനിക്ക് ബി എന്ന് പറഞ്ഞ വേറൊരു ഡിക്ഷണറി കൂടി ക്രിയേറ്റ് ചെയ്യണം. അതിലെ വാല്യൂസ് എന്ന് പറയുന്നത് എ എന്ന് പറയുന്ന ഡിക്ഷണറിയിൽ ഏതൊക്കെയാണോ വാല്യൂസ് ഉള്ളത് സെയിം വാല്യൂ ആയിരിക്കണം. ഓക്കെ, അതായത് എന്റെ കോപ്പിയാണ് എന്ത്? ബി എന്ന് പറയുന്നത്. അപ്പൊ ബി എന്ന് പറയുന്ന കോപ്പി ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി എന്ത് ചെയ്താൽ മതി? കോപ്പി എന്ന് പറയുന്ന ഫംഗ്ഷൻ യൂസ് ചെയ്താൽ മതി. ബി ഈക്വൽ ടു എ ഡോട്ട് കോപ്പി. അതിനുശേഷം ഞാൻ ബിനെ പ്രിന്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇപ്പം എയിൽ എന്താണോ വാല്യൂസ് ഉള്ളത് സെയിം വാല്യൂസ് ആയിരിക്കും ഏതിൽ കൂടി ഉണ്ടാവുക? ബിനകത്ത് കൂടി ഉണ്ടാവുക. അതിനകത്ത് ഇപ്പം എയിൽ അജു മാത്രമേ ഉണ്ടായിട്ടുള്ളൂ, ബിയിലും ആര് മാത്രമേ ഉള്ളൂ? അജു മാത്രമേ ഉള്ളൂ. ഇനി ലാസ്റ്റ് എലമെന്റ് എങ്ങനെയാ ഡിലീറ്റ് ചെയ്യേണ്ടത് നോക്കി, ഒരു പെർട്ടിക്കുലർ എലമെന്റ് എങ്ങനെയാ ഡിലീറ്റ് ചെയ്യേണ്ടത് നോക്കി അല്ലെ? ഇനി ഞാൻ പറയുന്നത്, എനിക്ക് ആ ഡിക്ഷണറിത്തെ മൊത്തം എലമെന്റും ഒരുമിച്ച് ഡിലീറ്റ് ചെയ്യണം. ആ ഡിക്ഷണറി ഇവിടെ വേണം, പക്ഷെ എന്ത് വേണ്ട? അതിനകത്ത് എലമെന്റ്സ് ഒന്നും വേണ്ട. അങ്ങനെ ഡിലീറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ഫംഗ്ഷൻ ആണ് ക്ലിയർ എന്ന് പറയുന്ന ഫംഗ്ഷൻ. എന്ത് ചെയ്താൽ മതി? ബി ഡോട്ട് ക്ലിയർ. ബി ഡോട്ട് ക്ലിയർ ചെയ്തതിന് ശേഷം ഞാൻ ആ ഒരു ബി എന്ന് പറയുന്ന ഡിക്ഷണറിനെ പ്രിന്റ് ചെയ്ത് നോക്കി എനിക്ക് എന്ത് ഉണ്ടാവും? ഒരു എം ടി ഡിക്ഷണറി മാത്രമായിരിക്കും ഔട്ട്പുട്ട് ആയി കിട്ടുന്നത്. കാരണം എന്താ? അതിനകത്ത് വാല്യൂസ് ഒന്നും ഉണ്ടാവില്ല. ഇങ്ങനെയാണ് നമ്മൾ മൊത്തം എലമെന്റ്സും ഒരുമിച്ച് ഡിലീറ്റ് ചെയ്യുന്നത്. ഇനി ആ ഡിക്ഷണറി തന്നെ ഡിലീറ്റ് ചെയ്യണമെങ്കിലോ എന്ത് യൂസ് ചെയ്താൽ മതി? ഡെൽ എന്ന് പറയുന്ന കീവേഡ് യൂസ് ചെയ്താൽ മതി. ഡെൽ ഒരു ഫംഗ്ഷൻ അല്ല, അതൊരു കീവേഡ് ആണെന്ന് ഓർത്താൽ മതി. ഞാൻ എന്ത് കൊടുത്തു? ഡെൽ ബി എന്ന് കൊടുത്തതിന് ശേഷം ബിനെ പ്രിന്റ് ചെയ്യിക്കുന്നു. ഇനിയിപ്പോ എന്ത് വരും? എറർ വരും അല്ലെ? നെയിം എറർ, അതായത് ബി ഈസ് നോട്ട് ഡിഫൈൻഡ്. കാരണം എന്താ? ബിനെ നമ്മൾ ഡിലീറ്റ് ചെയ്തു, പിന്നെ ബിനെ പ്രിന്റ് ചെയ്യിക്കാൻ നോക്കിയാൽ എന്ത് കിട്ടിയില്ല? നമുക്ക് എറർ ആയിരിക്കും കിട്ടുന്നത്. അപ്പൊ ഇത്രയും ക്ലിയർ ആണോ? ഓക്കെ, അപ്പൊ ഇതൊക്കെ ഒന്ന് ചെയ്ത് നോക്ക്.
ആ ചെയ്തു. ആ ഡെൽ എന്താന്നാ പറഞ്ഞ്? ആ ഡിക്ഷണറി മൊത്തത്തിൽ ഡിലീറ്റ് ചെയ്യാൻ. അല്ല വേറെ എന്തോ പറഞ്ഞിട്ട് എന്തോ ഫങ്ഷൻ. കീവേഡ്. ആ ഫംഗ്ഷൻ അല്ല, കീവേഡ് ആണ് ഡെല്ല്. അപ്പൊ ഇത്രയും ക്ലിയർ ആണോ? ആ ഓക്കെ. ഇനി നമുക്ക് ഡിക്ഷണറിത്തെ കീസ് മാത്രം ഡിസ്പ്ലേ ചെയ്യണം. അതായത് ഇപ്പൊ ഇതിലത്തെ കീ ഏതാ? അനു, അജു, അരുൺ അല്ലെ? അപ്പൊ കീസ് മാത്രം കിട്ടണമെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ഫംഗ്ഷൻ ആണ് എന്ത്? കീസ് എന്ന് പറയുന്ന ഫംഗ്ഷൻ. എന്ത് ചെയ്താൽ മതി? ഡിക്ഷണറിന്റെ പേര് ഡോട്ട് കീസ്. അതിനെ പ്രിന്റ് ചെയ്യിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ ഡിക്ഷണറിക്കകത്തുള്ള കീസ് മാത്രമായിരിക്കും ഔട്ട്പുട്ടായി കിട്ടുന്നത്. കീസ് മാത്രം നമുക്കൊരു ലിസ്റ്റ് ആയിട്ട് ഔട്ട്പുട്ട് കിട്ടും. ഇനി വാല്യൂസ് മാത്രം കിട്ടണമെങ്കിലോ? കീസ് പോലെ വേറൊരു ഫംഗ്ഷൻ ഉണ്ട്, വാല്യൂസ് എന്ന് പറയുന്ന ഫംഗ്ഷൻ. ഡിക്ഷണറിന്റെ പേരെന്താണോ അത് കൊടുക്കുക. ഡോട്ട് വാല്യൂസ് എന്ന് കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ ഡിക്ഷണറിക്കകത്തുള്ള വാല്യൂസ് മാത്രം ഔട്ട്പുട്ട് കിട്ടും. ക്ലിയർ ആണോ? ക്ലിയർ ആണോ അത്? ആ ഇനി നമുക്ക് ഡിക്ഷണറിക്കകത്ത് ഒരു വാല്യൂ ഉണ്ടോ ഇല്ലയോ എന്നല്ല. ഇപ്പൊ ഞാൻ പറയാണ് എനിക്ക് ഇതിനകത്ത് അനുവിന്റെ ഡീറ്റെയിൽ അല്ലെങ്കിൽ അനുവിന്റെ ഏജ് മാത്രം പ്രിന്റ് ചെയ്യണം. അപ്പൊ നമ്മൾ എങ്ങനെയാ കൊടുക്കുക? എ ഓഫ് അനു എന്ന് കൊടുക്കും അല്ല. ഞാനിപ്പോ പ്രിന്റ് എ ഓഫ് അനു എന്ന് കൊടുത്തിട്ടുണ്ടെങ്കിൽ എനിക്ക് ഔട്ട്പുട്ട് എന്തായിരിക്കും കിട്ടുക? 5 എന്ന് കിട്ടും അല്ലെ? ഇനി ഞാൻ ഇതിനകത്ത് ഇല്ലാത്ത ഒരു പേര് കൊടുക്കുവാണ്. ഞാനിപ്പം രാഹുൽ എന്ന് പറഞ്ഞു കൊടുത്തു. എ ഓഫ് രാഹുൽ എന്ന് പറഞ്ഞു കൊടുത്താൽ എനിക്ക് ഔട്ട്പുട്ട് എന്തായിരിക്കും? എറർ ആയിരിക്കും അല്ലെ? കാരണം രാഹുൽ എന്ന് പറയുന്ന ഒരു കീ ഇതിനകത്ത് ഇല്ല, ഈ ഒരു ഡിക്ഷണറിക്കകത്ത് ഇല്ല. അപ്പൊ എന്ത് വന്നു? എറർ വന്നു. ഇനി ഞാൻ ഇതിന്റെ താഴെ എന്തെങ്കിലും കോഡ് എഴുതിയെങ്കിൽ അത് റൺ ചെയ്യോ? റൺ ചെയ്യോ? ഇതിനെ പറ്റി ഇതിനുമായിട്ട് ബന്ധപ്പെട്ടോ? എന്താ? എങ്ങനെയാ ഇതുമായിട്ട് ബന്ധപ്പെട്ടാണോ? ആ ഞാനിപ്പോ ഈ ഒരു കോഡ്, ഈ ഒരു ലൈൻ എനിക്ക് എറർ അല്ലേ? ആ ഇനിയിപ്പോ ഞാൻ ഇതിന്റെ താഴെ ഇപ്പൊ എന്ത് കോഡ് കൊടുത്താലും അത് റൺ ആവില്ലല്ലോ. കാരണം എന്താ? ഈ ഒരു എററിൽ അത് സ്റ്റെക്കായി നിൽക്കും അല്ലെ? അപ്പൊ നമുക്ക് എന്ത് ചെയ്യാൻ പാടില്ല? ഇപ്പൊ ഈ ഒരു ഡിക്ഷണറിക്കകത്ത് ഇല്ലാത്തൊരു വാല്യൂ ആണ് ഞാനിപ്പോ ആക്സസ് ചെയ്യാൻ നോക്കിയിട്ടുണ്ടെങ്കിൽ അത് എറർ വരാൻ പാടില്ല. അതിനകത്ത് അത് ഇല്ലെങ്കിൽ ഇല്ല എന്ന് പറഞ്ഞൊരു മെസ്സേജ് വരണം. പകരം എന്ത് വരരുത്? എറർ വരരുത്. അപ്പം അങ്ങനത്തെ കേസിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ഫംഗ്ഷൻ ആണ് ഗെറ്റ് എന്ന് പറയുന്ന ഫംഗ്ഷൻ. അതായത് ജസ്റ്റ് വെറുതെ എ ഓഫ് രാഹുൽ എന്ന് കൊടുക്കുന്നതിന് പകരം എ ഡോട്ട് ഗെറ്റ് ഫംഗ്ഷന്റെ അകത്ത് എന്ത് കൊടുക്കാം? ഞാനിപ്പോ രാഹുൽ എന്ന് കൊടുത്തു. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഒരിക്കലും എറർ മെസ്സേജ് വരില്ല. പകരം ഇപ്പൊ രാഹുൽ ആ ഒരു ഡിക്ഷണറിക്കകത്ത് ഇല്ലെങ്കിൽ എന്ത് വരും? നൺ എന്ന് പറഞ്ഞ് ഔട്ട്പുട്ട് വരും. ഇനി ഇല്ല, അതിനകത്ത് ഇല്ല ഏതെങ്കിലും ഒരു വാല്യൂ ആണ് കൊടുക്കുന്നതെങ്കിൽ അത് ഔട്ട്പുട്ട് കിട്ടും. ഓക്കെ, ഇപ്പൊ അനു എന്ന് കൊടുത്തിട്ടുണ്ടെങ്കിൽ എനിക്ക് 5 എന്ന് കിട്ടും. ഇനി അതിനകത്ത് ഇല്ലാത്തൊരു വാല്യൂ ആണ് നമ്മൾ കൊടുക്കുന്നതെങ്കിൽ ഔട്ട്പുട്ട് എന്തായിരിക്കും? നൺ ആയിരിക്കും. അല്ലാണ്ട് ഒരിക്കലും ഒരു എറർ മെസ്സേജ് വരില്ല. മനസ്സിലായോ? ആ ഓക്കെ, അപ്പൊ ഇതൊന്ന് ചെയ്ത് നോക്കിയേ.
പിന്നെ ഫ്രൂട്ട്സ് ഡോട്ട് ഐറ്റംസ് എന്ന് പറയുന്ന സാധനങ്ങളുണ്ടല്ലേ ഒരു ഫംഗ്ഷനും കൂടെ. ഏതാ? ഫ്രൂട്ട്സ് അതെ ഫ്രൂട്ട്സ് മറ്റേ ഐറ്റം എന്ന് പറഞ്ഞിട്ട് ഒരു ഫംഗ്ഷനും കൂടെ ഉണ്ടല്ലോ. പോപ്പ് ഐറ്റം ആണോ? അല്ല. ഐറ്റംസ് ആണോ? ആ അത് പറയാം. ഇത്ര ചെയ്തോ? ആ. ഓക്കെ, ഇത് ചെയ്തെങ്കിൽ ഒന്ന് സ്ക്രീൻ ഷെയർ ചെയ്തേ. ലിസ്റ്റ് ട്രാവേഴ്സ് ചെയ്യാനും ടപ്പിൾ ട്രാവേഴ്സ് ചെയ്യാനും നോക്കിയതാണല്ലോ. ആ അതേപോലെ ഡിക്ഷണറി ഒന്ന് ട്രാവേഴ്സ് ചെയ്തേ. ഡിക്ഷണറിത്തെ ഓരോ എലമെന്റും പ്രിന്റ് ചെയ്ത് കിട്ടണം. ഡിക്ഷണറി ആയിട്ടല്ല വേണ്ടത്, ഓരോ വാല്യൂം താഴെ താഴെ കിട്ടണം. ഇപ്പൊ ബനാന 3, ആപ്പിൾ 5 അങ്ങനെ കിട്ടണം. ലിസ്റ്റ് എങ്ങനെയാ ട്രാവേഴ്സ് ചെയ്തത്? എ ഓഫ് ഇല്ല ഓഫ് എ ഓഫ് കൊടുത്തിട്ടാണോ? ഇൻഡെക്സ് നമ്പർ വെച്ചിട്ട്. ഇൻഡെക്സ് നമ്പർ വെച്ചിട്ട് ലിസ്റ്റത്തെ ഓരോ എലമെന്റിന്, അതായത് മൊത്തം ഫുൾ എലമെന്റ്സിനെ എങ്ങനെയാ നമ്മൾ ആക്സസ് ചെയ്തത് ഒരുമിച്ച്? മറന്നുപോയോ? ഫോർ ലൂപ്പ് വെച്ച് ചെയ്ത ഓർമ്മയുണ്ടോ? ആ അതേപോലെ ഡിക്ഷണറിന്റെ ചെയ്യാം. ഇത് മൊത്തം ഒന്ന് കമന്റ് ചെയ്തിടാം. അതിന് ശേഷം പുതിയൊരു ഡിക്ഷണറി ക്രിയേറ്റ് ചെയ്യും. പുതിയൊരു ഡിക്ഷണറി ക്രിയേറ്റ് ചെയ്യുക, ട്രാവേഴ്സ് ചെയ്യുക. ബ്രാക്കറ്റ് ഏതാ? ഔട്ട്പുട്ട് എന്ത് മാത്രമേ വന്നിട്ടുള്ളൂ? കീസ് മാത്രമേ വന്നിട്ടുള്ളൂ അല്ലെ? നമുക്ക് ഇങ്ങനെ ജസ്റ്റ് വെറുതെ ഫോർ ഐ ഇൻ എ പ്രിന്റ് ഐ എന്ന് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഐയിലോട്ട് വരുന്നത് ഏത് വാല്യൂ ആയിരിക്കും?
കീ മാത്രമേ വരൂ. ആ കീന്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള വാല്യൂസ് നമുക്ക് ആക്സസ് ചെയ്യാൻ വേണ്ടി പറ്റില്ല. ഓക്കെ, അപ്പൊ നമുക്ക് അതിന് ഒന്നിക്ക് രണ്ട് മെത്തേഡ് യൂസ് ചെയ്യാം. ഒന്നിക്കിൽ നമുക്ക് ഐയിലോട്ട് എന്ത് കിട്ടുന്നുണ്ട്, കീ കിട്ടി അല്ലെ. കീ അറിയുമെങ്കിൽ നമുക്ക് വാല്യൂ കണ്ടുപിടിക്കാൻ അറിയില്ല, എന്ത് ചെയ്താൽ മതി. ഇപ്പം അനു അറിയാം. അനുവിന്റെ വാല്യൂ എങ്ങനെയാ കണ്ടുപിടിച്ച, എ ഓഫ് അനു എന്ന് കിട്ടി അല്ലെ. അപ്പൊ അതേപോലെ ഐയിൽ ആരുണ്ട്, കീ ഉണ്ട്. അപ്പൊ വാല്യൂ കൂടി പ്രിന്റ് ചെയ്യാൻ എന്ത് ചെയ്താൽ മതി, ഈ ഐ കഴിഞ്ഞതിന് ശേഷം ഒരു കോമ ഇട്ടിട്ട് എ ഓഫ് ഐ എന്ന് കൂടി കൊടുത്താ പോരെ. ആ എ ഓഫ് ഐ. ഇനി ഒന്ന് റൺ ചെയ്ത്. അപ്പൊ എന്ത് വന്നു, കീയും വാല്യൂയും വന്നു അല്ലെ. അപ്പൊ ഒന്നിക്കലും നമുക്ക് ഈ രീതിയിൽ ഡിക്ഷണറി ട്രാവേഴ്സ് ചെയ്യാൻ വേണ്ടി പറ്റും. അല്ലെങ്കിൽ ഒരു ഓപ്ഷൻ എന്താന്ന് വെച്ചെങ്കിൽ 4i(a) എന്ന് മാത്രം കൊടുക്കുന്നതിന് പകരം 4i(a) ഡോട്ട് ഐറ്റംസ് എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ കൂടി കൊടുക്കാം. ഈ ഡോട്ട് ഐറ്റംസ് പറയുന്നത് നമുക്കിപ്പോ ഡോട്ട് കീസ് എന്ന് പറയുന്ന ഫംഗ്ഷൻ എന്തിനാ, കീസിനെ മാത്രം ആക്സസ് ചെയ്യാന്ന് പറഞ്ഞു. വാല്യൂസ് എന്ന് പറയുന്ന ഫംഗ്ഷൻ വാല്യൂസിനെ മാത്രം കിട്ടാനാണ്. നമുക്ക് കീയും വാല്യൂയും ഒരുമിച്ച് കിട്ടാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഫംഗ്ഷൻ ആണ് എന്ത്, ഐറ്റംസ് എന്ന് പറയുന്ന ഫംഗ്ഷൻ. അപ്പൊ എന്ത് കൊടുക്കുക, എ ഡോട്ട് ഐറ്റംസ് എന്ന് കൊടുത്തേ. i(a) എന്ന് കൊടുക്കുന്നതിന് പകരം എ ഡോട്ട് ഐറ്റംസ്. അപ്പം എ ഡോട്ട് ഐറ്റംസ് എന്ന് പറയുന്നത് എന്താ, കീയും വരും വാല്യൂവും വരും അല്ലെ. അപ്പൊ ആ കീ വാല്യൂ പെയർ ആയിട്ടാണ് ഏതിലോട്ട് വരുന്നത്, ഐയിലോട്ട് വരുന്നത്. അപ്പൊ എന്തിനെ പ്രിന്റ് ചെയ്യിച്ചാൽ മതി, ഐനെ മാത്രം പ്രിന്റ് ചെയ്യിച്ചാൽ മതി. അപ്പൊ എന്ത് വന്നു, കീയും വാല്യൂവും വന്നു. പക്ഷെ ഇപ്പൊ നോക്ക്, കീയും വാല്യൂ എങ്ങനെയാ വന്നത്, ടപ്പിൾ ആയിട്ടാണ് വന്നത്. നമുക്ക് ടപ്പിൾ ആയിട്ടല്ല വരേണ്ടത്, ആദ്യം വന്ന പോലെ അങ്ങനത്തെ ഔട്ട്പുട്ട് ആണ് വരേണ്ടത്. ഓക്കെ, അപ്പൊ നമുക്ക് ടപ്പിൾ കിട്ടിയാൽ നമുക്ക് ടപ്പിളിനെ അൺപാക്ക് ചെയ്യാൻ അറിയാലോ. എന്ത് ചെയ്താൽ മതി, എത്ര ഇപ്പം അനു എന്ന് പറയുന്നത് വേറെ തന്നെ ഒരു വേരിയബിൾ ആയിട്ടും 4 എന്ന് പറയുന്ന വേറൊരു വേരിയബിൾ സ്റ്റോർ ചെയ്യണം അല്ലെ. നമുക്ക് ആ രണ്ട് വേരിയബിളിനെ പ്രിന്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ഒരു ടപ്പിളിനെ നമുക്ക് ടപ്പിൾ അൺപാക്കിംഗ് വെച്ച് എന്ത് ചെയ്യാൻ പറ്റും, റിമൂവ് ചെയ്യാൻ വേണ്ടി പറ്റും ആണല്ലോ അല്ലെ. അപ്പൊ എന്ത് ചെയ്താൽ മതി, അവിടെ ജസ്റ്റ് 4i(a), ഐ എന്ന് പറയുന്ന ഒറ്റൊരു വേരിയബിൾ മാത്രം ആയതുകൊണ്ടാണ് നമുക്ക് ഇങ്ങനെ ടപ്പിൾ ആയിട്ട് ഔട്ട്പുട്ട് കിട്ടിയത്. അവിടെ എന്ത് കൊടുക്കുക, ഐക്ക് പകരം രണ്ട് വേരിയബിൾ കൊടുത്തിട്ട് രണ്ട് വേരിയബിളിനെ പ്രിന്റ് ചെയ്യിക്കുക. അങ്ങനെ കൊടുക്കുന്നതിനാണ് നമ്മൾ എന്ത് പറഞ്ഞത്, ടപ്പിൾ അൺപാക്കിംഗ് എന്ന് പറഞ്ഞത്. അപ്പൊ അങ്ങനെ കൊടുത്തോക്കി ഒന്ന് പ്രിന്റ് ചെയ്യിച്ച്. ഐന്ന് കൊടുക്കുന്നതിന് പകരം രണ്ട് വേരിയബിൾ കൊടുക്കും. അപ്പൊ നിങ്ങൾക്ക് കെയും ബിയും കൊടുത്തു, അതായത് കീ സ്റ്റോർ ചെയ്യാൻ കെയും വാല്യൂ സ്റ്റോർ ചെയ്യാൻ ബിയും. കെ കോമ ബി. ബി ആണ് ഉദ്ദേശിച്ച, കുഴപ്പമില്ല. പ്രിന്റ് ചെയ്യിക്കുന്നത് അങ്ങനെ തന്നെ പ്രിന്റ് ചെയ്യിക്ക്. ബി അല്ലേ, ഏതാ, കെ ആണോ, ബി അല്ലേ പറഞ്ഞു. ബി അല്ല ബി. ബി കൊടുത്താലും മതി, ഏതെങ്കിലും രണ്ട് വേരിയബിൾ കൊടുത്താൽ മതി. പക്ഷെ അതേ സാധനം താഴെ പ്രിന്റ് ചെയ്യിക്കണം എന്ന് മാത്രം. ഞാൻ കീ വാല്യൂ കാണിക്കാൻ വേണ്ടിയാണ് കെയും ബിയും പറഞ്ഞത്. ഐ മാറ്റി കെയും ബിയും കൊടുക്ക്. ഓക്കെ ആണോ, ഔട്ട്പുട്ട് കിട്ടിയില്ലേ. ഓക്കെ, ഞാനാണെങ്കിൽ ഒരു ക്വസ്റ്റ്യൻ പറയാതെ ചെയ്യണേ. യൂസറിന്റെ കയ്യിൽ നിന്ന് 3 ഇൻപുട്ട് വാങ്ങുക, അതായത് നെയിമും ഏജും, 3 നെയിമും 3 ഏജും യൂസറിന്റെ കയ്യിൽ നിന്ന് ഇൻപുട്ടായി വാങ്ങുക. ഈ നെയിമും ഏജും വെച്ചൊരു ഡിക്ഷണറി പ്രിന്റ് ചെയ്യുക. അതാണ് ക്വസ്റ്റ്യൻ. യൂസറിന്റെ 3 ഇൻപുട്ട് എടുത്തിട്ട് നെയിമും ഏജും യൂസറിന്റെ ഇൻപുട്ടായി വാങ്ങുക, അതായത് 3 നെയിമും വേണം 3 ഏജും വേണം. അത് വെച്ച് അതൊരു ഡിക്ഷണറി ആയിട്ട് പ്രിന്റ് ചെയ്യുക. അതായത് കീ എന്ന് പറയുന്നത് നെയിമും വാല്യൂ എന്ന് പറയുന്നത് ഏജും ആയിരിക്കണം.
ഈ റേഞ്ച് ഓഫ് 3 എന്ന് കൊടുത്തെങ്കിൽ റേഞ്ച് നമുക്ക് ഏതൊക്കെ വാല്യൂസാ വരുമോ? 0യും 1ഉം 2 അല്ലെ? ഇത് സ്റ്റോർ ചെയ്യാൻ എന്തിനാ 2 വേരിയബിള്? ഫോർ ബി കോമ വി എന്തിനാ? എന്തിനാ ലൂപ്പ് എത്ര റേഞ്ച് കൊണ്ട് ഉദ്ദേശിച്ചേ? അങ്ങനെയാണെങ്കിൽ ഒറ്റത് പോരെ, ഒന്നെങ്കിൽ ഐ അല്ലെങ്കിൽ ബി അല്ലെങ്കിൽ ബി, ഏതെങ്കിലും ഒറ്റ ഒന്ന് കൊടുക്ക്. എന്നിട്ട് എന്ത് ചെയ്തു? എയിലോട്ട് നെയിമും സിയിലോട്ട് ഏജും വന്നു അല്ലെ? ഇനി ഇതില് നെയിം എന്ന് പറയുന്നത് കീയും ഏജ് എന്ന് പറയുന്നത് വാല്യൂ അല്ലേ? അപ്പൊ നമ്മൾ അതനുസരിച്ച് കൊടുക്കേണ്ട ഡിക്ഷണറിക്കകത്ത്. അപ്പൊ എന്ത് ചെയ്യണം? ആദ്യം ഒരു എംപ്റ്റി ഡിക്ഷണറി ക്രിയേറ്റ് ചെയ്യും. മേലെയുള്ള കോഡൊക്കെ കമന്റ് ചെയ്തിട്ട് കേട്ടോ. ഇനി എന്ത് ചെയ്യാ? ഈ എച്ച് ഓഫ് എ എന്ന് പറയുന്നത്, അതായത് നെയിം പറയുന്നത് കീയും സി എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഏജ് എന്ന് പറയുന്ന വാല്യൂ ആണ്. അപ്പൊ ആ രീതിയിൽ എങ്ങനെ അസൈൻ ചെയ്ത് കൊടുക്കാം? എച്ച് ഓഫ് എ ഈക്വൽ ടു സി എന്ന് പറഞ്ഞു കൊടുത്തൂടെ? പ്രിന്റ് ലാസ്റ്റ് കൊടുക്കുക. നമുക്ക് എച്ചിനെ പ്രിന്റ് ചെയ്യിക്കാതെ അത് മാത്രം കൊടുക്കുക. എച്ച് ഓഫ് എ എന്ന് പറയുന്നത് എന്താ? ഇവിടെ സി ആണ്. അത് ക്ലിയർ ആയിട്ടുണ്ടോ? ഈ ഒരു ലൈൻ മനസ്സിലായിട്ടുണ്ടോ? ഓക്കെ. അപ്പം നമ്മൾ ഓരോ പ്രാവശ്യം എയിലോട്ട് ഇൻപുട്ട് വാങ്ങുന്ന നെയിം വാങ്ങുന്നു, ഏജിലോട്ട് ഏജ് വാങ്ങുന്നു അല്ലെ? അപ്പൊ അത് ഡിക്ഷണറിക്കകത്ത് എങ്ങനെ സ്റ്റോർ ചെയ്യും? എയിൽ നെയിം എന്ന് പറയുന്ന കീ ആയിട്ടും സി ഏജ് എന്ന് പറയുന്നത് വാല്യൂ ആയിട്ടും വരും. നമുക്ക് ലാസ്റ്റിന് എന്തിനെ പ്രിന്റ് ചെയ്ത് നോക്കിയാൽ മതി? എച്ചിനെ പ്രിന്റ് ചെയ്ത് നോക്കിയാൽ മതി. എച്ചിനെ പ്രിന്റ് ചെയ്യിച്ചേ പുറത്ത്. നെയിം ഇൻസേർട്ട്. എ ഇൻഡിജർ ആണോ? ആ ബ്രാക്കറ്റ് ഒരു ബ്രാക്കറ്റ് എക്സ്ട്രാ താ. ക്ലോസിംഗ് കളഞ്ഞ അവിടെ അതിന്റെ ആവശ്യമില്ലല്ലോ. എന്താ വെറുതെ ഒരു ബ്രാക്കറ്റ് കൊടുക്കുന്നത്? ആ 3 ഏജും 3 നെയിമും ചോദിക്കും. ലാസ്റ്റ് നമുക്ക് ഡിക്ഷണറി പ്രിന്റ് ആക്കി കിട്ടും. ക്ലിയർ അല്ല, കേൾക്കുന്നില്ല. ഏതാ മനസ്സിലാവാത്ത? അല്ല, ഇപ്പൊ ക്വസ്റ്റ്യൻ ക്ലിയർ ആണോന്ന്? ക്വസ്റ്റ്യൻ ക്ലിയർ. ഓക്കെ. അങ്ങനെയാണെങ്കിൽ നാളത്തേക്ക് ഒരു വർക്ക് തരട്ടെ? ഇപ്പൊ നമ്മള് യൂസറിന്റെ കയ്യിൽ നിന്നാണ് ലിസ്റ്റ് ഇൻപുട്ടായി വാങ്ങിയത് അല്ല, നെയിമും ഏജ് ഇൻപുട്ടായി വാങ്ങിയത് അല്ലെ? അതിന് പകരം ആദ്യം തന്നെ ഞാൻ 2 ലിസ്റ്റ് തരുന്നു. നെയിം എന്ന് പറഞ്ഞൊരു ലിസ്റ്റും ഏജ് എന്ന് പറഞ്ഞ വേറൊരു ലിസ്റ്റും ആദ്യം തന്നെ തരുന്നു. അത് വെച്ച് എന്ത് ചെയ്യണം? ഡിക്ഷണറി ക്രിയേറ്റ് ചെയ്യണം. കേട്ടോ? ഇപ്പൊ നെയിമും ഏജും ഉണ്ട്. ഓരോ നെയിം ഫസ്റ്റ് നെയിമിന് കറസ്പോണ്ടിങ് ആയിട്ട് ഫസ്റ്റ് ഏജ് എന്ത് ചെയ്യണം? അങ്ങനെ കൊടുത്തിട്ട് എന്ത് ചെയ്യണം? ഡിക്ഷണറി ക്രിയേറ്റ് ചെയ്യണം. ക്വസ്റ്റ്യൻ ക്ലിയർ ആണോ? ഓക്കെ. അതപ്പോ നാളത്തേക്ക് ചെയ്യാം.
ഞാനിപ്പം ഡിക്ഷണറിന്റെ നോട്ടും നാളത്തേക്ക് ബാക്കി ചെയ്യാനുള്ള ക്വസ്റ്റ്യൻസും ഷെയർ ചെയ്തുതരാം കേട്ടോ.